ശാന്തി 8/7/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഈ ജീവിതം വളരെ വളരെ അമൂല്യമാണ്. കാരണം നിങ്ങൾ ശ്രീമത്ത് അനുസരിച്ച് വിശ്വത്തിൻ്റെ സേവനം ചെയ്യുന്നു. ഈ ഹെല്ലിനെ ഹെവനാക്കി മാറ്റുന്നു. ചോദ്യം: സന്തോഷം മാഞ്ഞു പോകുന്നതിൻ്റെ കാരണവും അതിൻ്റെ നിവാരണവും എന്താണ്? ഉത്തരം: സന്തോഷം മായുന്നത് 1. ദേഹാഭിമാനത്തിൽ വരുന്നത് കാരണം. 2. മനസ്സിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സംശയം ജനിക്കുന്നുവെങ്കിൽ സന്തോഷം മാഞ്ഞു പോകും. അതിനാൽ ബാബ നിർദ്ദേശം നൽകുന്നു, എപ്പോൾ ഏതെങ്കിലും സംശയം ഉൽപ്പന്നമാകുന്നു എങ്കിൽ ഉടൻ ബാബയോട് ചോദിക്കൂ. ദേഹി അഭിമാനിയായി ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ, എങ്കിൽ സദാ സന്തോഷമുണ്ടായിരിക്കും. ഓം ശാന്തി. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. പിന്നെ ഭഗവാൻ വാച കുട്ടികളുടെ മുന്നിൽ: ഞാൻ നിങ്ങളെ ഉയർന്നതിലും ഉയർന്നതാക്കി മാറ്റുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കണം. ബാബ നമ്മെ മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. മനുഷ്യർ പറയുന്നു, പരംപിത പരമാത്മാവ് ഉയർന്നതിലും ഉയർന്നതാണ്. ബാബ സ്വയം പറയുന്നു, ഞാനാകട്ടെ വിശ്വത്തിൻ്റെ അധികാരി ആകുന്നില്ല. ഭഗവാൻ വാച: മനുഷ്യർ എന്നെ ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ എന്ന് പറയുന്നു. ഞാൻ പറയുന്നു, എൻ്റെ കുട്ടികളാണ് ഉയർന്നതിലും ഉയർന്നത്. തെളിയിച്ച് പറഞ്ഞു തരുന്നു. പുരുഷാർത്ഥവും ഡ്രാമയനുസരിച്ച് ചെയ്യിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദിക്കൂ. മനുഷ്യർക്കാണെങ്കിൽ ഒന്നും അറിയില്ല. ലോകം എന്താണ്, വൈകുണ്ഠം എന്താണ്. മുൻപ് ജീവിച്ചു പോയ എത്ര നവാബും മുഗളും മറ്റുമുണ്ട്. അമേരിക്കയിൽ എത്ര ധനികരുണ്ട്. പക്ഷേ ഈ ലക്ഷ്മി നാരായണന്മാരെ പോലെ ആകുവാൻ സാധിക്കില്ല. അവരാണെങ്കിൽ വൈറ്റ് ഹൗസും മറ്റും നിർമ്മിക്കുന്നു. എന്നാൽ അവിടെയാണെങ്കിൽ രത്നങ്ങൾ പതിപ്പിച്ച ഗോൾഡൻ ഹൗസ് ഉണ്ടാകുന്നു. അതിനെ പറയുന്നത് തന്നെ സുഖധാമം എന്നാണ്. നിങ്ങളുടെ തന്നെ വജ്രവൈഡൂര്യങ്ങളുടെ പാർട്ടാണ്. നിങ്ങൾ ഡയമണ്ട് ആകുന്നു. ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അയൺ ഏജ് ആണ്. ബാബ പറയുന്നു, നിങ്ങൾ എത്ര ഭാഗ്യശാലിയാണ്. ഭഗവാൻ സ്വയം ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ ഈ പഠനം തന്നെ പുതിയ ലോകത്തേക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ഈ ജീവിതം വളരെ അമൂല്യമാണ്. കാരണം നിങ്ങൾ വിശ്വത്തിൻ്റെ സർവീസ് ചെയ്യുന്നു. ബാബയെ വിളിക്കുന്നുണ്ട്, വന്ന് ഹെല്ലിനെ ഹെവനാക്കി മാറ്റൂ. ഹെവൻലി ഗോഡ് ഫാദർ എന്ന് പറയുന്നുവല്ലോ. ബാബ പറയുന്നു, നിങ്ങൾ ഹെവനിലായിരുന്നല്ലോ, ഇപ്പോൾ ഹെല്ലിലാണ്, വീണ്ടും ഹെവനിലായിരിക്കും. ഹെൽ ആരംഭിക്കുമ്പോൾ പിന്നെ ഹെവൻ്റെ കാര്യങ്ങൾ മറന്നു പോകുന്നു. ഇത് വീണ്ടും സംഭവിക്കും. എങ്കിലും നിങ്ങൾക്ക് ഗോൾഡൻ ഏജിൽ നിന്നും അയൺ ഏജിലേക്ക് തീർച്ചയായും വരണം. ബാബ വീണ്ടും വീണ്ടും കുട്ടികളോട് പറയുന്നു, മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അത് കാരണം സന്തോഷം ഇല്ലാതിരിക്കുകയാണെങ്കിൽ പറയണം. ബാബ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ പഠിക്കുകയും ചെയ്യണമല്ലോ. സന്തോഷം നിലനിൽക്കുന്നില്ല, കാരണം നിങ്ങൾ ദേഹാഭിമാനത്തിലേക്ക് വരുന്നു. സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. ബാബയാകട്ടെ കേവലം ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയാണ്. നിങ്ങളാണെങ്കിൽ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ബാബയെ ക്രിയേറ്റർ എന്ന് പറയുന്നു. എന്നാൽ പ്രളയമുണ്ടാവുകയും പിന്നെ പുതിയ ലോകത്തെ രചിക്കുകയും ചെയ്യും എന്നല്ല, അങ്ങനെയല്ല. ബാബ പറയുന്നു, ഞാൻ കേവലം പഴയതിനെ പുതിയതാക്കി മാറ്റുന്നു. പഴയ ലോകത്തിൻ്റെ വിനാശം ചെയ്യിക്കുന്നു. നിങ്ങളെ പുതിയ ലോകത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ഞാൻ യാതൊന്നും ചെയ്യുന്നില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. പതീത ലോകത്തിലേക്കാണ് എന്നെ വിളിക്കുന്നത്. പാരസ്നാഥനാക്കി മാറ്റുന്നു. അപ്പോൾ കുട്ടികൾ സ്വയം പാരസ്പുരിയിലേക്ക് വരുന്നു. അവിടെ എന്നെ ഒരിക്കലും വിളിക്കുന്നതേയില്ല.
ബാബ പാരസ്പുരിയിൽ വന്ന് ഒരല്പം വിസിറ്റ് ചെയ്താലും എന്ന് എപ്പോഴെങ്കിലും വിളിക്കുന്നുണ്ടോ? വിളിക്കുന്നതേയില്ല. ഇങ്ങനെ മഹിമയുമുണ്ട്. ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കും, പതീത ലോകത്തിൽ ഓർമ്മിക്കുന്നു, സുഖത്തിൽ ആരും സ്മരിക്കുന്നില്ല. ഓർമ്മിക്കുന്നതുമില്ല, വിളിക്കുന്നതുമില്ല. കേവലം ദ്വാപരയിൽ ക്ഷേത്രം നിർമ്മിച്ച് അതിൽ എന്നെ വയ്ക്കുന്നു. കല്ലിൻ്റെ അല്ലെങ്കിൽ വജ്രത്തിൻ്റെ ലിംഗമുണ്ടാക്കി വയ്ക്കുന്നു പൂജിക്കുന്നതിനായി. എത്ര വണ്ടർഫുൾ കാര്യങ്ങളാണ്! നല്ല രീതിയിൽ കാതു തുറന്ന് കേൾക്കേണ്ടതാണ്. കാതുകളെയും പവിത്രമാക്കേണ്ടതാണ്. പ്യൂരിറ്റി ഫസ്റ്റ്. പറയുന്നു, സിംഹിണിയുടെ പാൽ സ്വർണ്ണ പാത്രത്തിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇതിലും പവിത്രതയുണ്ടാകുമ്പോൾ ധാരണയുണ്ടാകും. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ വിജയം നേടണം. ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. ഇതും നിങ്ങൾക്കറിയാം. ഇത് അതേ മഹാഭാരത യുദ്ധവുമാണ്. കൽപ്പകൽപ്പങ്ങളിൽ എങ്ങനെയാണോ വിനാശമുണ്ടായത്, കൃത്യമായി ഇപ്പോഴും ഉണ്ടാകും, ഡ്രാമയനുസരിച്ച്. കുട്ടികളായ നിങ്ങൾക്ക് സ്വർഗത്തിൽ വീണ്ടും തൻ്റെ കൊട്ടാരം നിർമ്മിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കൽപ്പത്തിൽ നിർമ്മിച്ചിരുന്നത് പോലെ. സ്വർഗത്തെ പറയുന്നത് തന്നെ പാരഡൈസ് എന്നാണ്. പുരാണങ്ങളിൽ നിന്നാണ് പാരഡൈസ് എന്ന വാക്ക് വന്നത്. മാനസരോവരത്തിൽ പരികൾ വസിച്ചിരുന്നു എന്ന് പറയുന്നു. അതിൽ ആരെങ്കിലും മുങ്ങുകയാണെങ്കിൽ പരികൾ അഥവാ മാലാഖമാരായി മാറുന്നു. വാസ്തവത്തിൽ ജ്ഞാന മാനസരോവരമാണ്. അതിലൂടെ നിങ്ങൾ എന്തിൽ നിന്നും എന്തായി മാറുന്നു? ശോഭനീയമായവരെയാണ് മാലാഖമാർ എന്ന് പറയുന്നത്. അല്ലാതെ ചിറകുകളുള്ള മാലാഖമാരൊന്നും ഉണ്ടായിരിക്കുന്നില്ല. പാണ്ഡവരായ നിങ്ങളെ മഹാവീരൻ എന്ന് പറയുന്നു. അവർ പിന്നെ പാണ്ഡവരുടെ വലിയ വലിയ ചിത്രങ്ങളും ഗുഹകളും ഒക്കെ കാണിച്ചിരിക്കുന്നു. ഭക്തിമാർഗത്തിൽ എത്ര ധനം പാഴാക്കുന്നു. ബാബ പറയുന്നു, ഞാൻ കുട്ടികളെ എത്ര ധനികരാക്കി. നിങ്ങൾ ഇത്രയും ധനം എന്തു ചെയ്തു? ഭാരതം എത്ര സമ്പന്നമായിരുന്നു. ഇപ്പോൾ ഭാരതത്തിൻ്റെ അവസ്ഥ എന്താണ്? 100% സോൾവെൻ്റ് ആയിരുന്നു. ഇപ്പോൾ 100% ഇൻസോൾവെൻ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് എത്ര തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. കുട്ടികൾക്ക് മറ്റും ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശിവ് ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണനെ പോലെ ആകും. നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ അപാര സന്തോഷമുണ്ടായിരിക്കുന്നത് ആരാണോ സദാ മറ്റുള്ളവരുടെ സേവനത്തിലിരിക്കുന്നത് അവർക്കാണ്. മുഖ്യമായ ധാരണയാണ് പെരുമാറ്റം വളരെ വളരെ റോയലായിരിക്കണം. ആഹാരപാനീയങ്ങൾ വളരെ സുന്ദരമായിരിക്കണം. നിങ്ങൾ കുട്ടികളുടെ അടുക്കൽ ആരെങ്കിലും വരുമ്പോൾ അവരുടെ ഓരോ പ്രകാരത്തിലുമുള്ള സേവനം ചെയ്യേണ്ടതുണ്ട്. സ്ഥൂലവും സൂക്ഷ്മവും, ഭൗതികവും ആത്മീയവും രണ്ടും ചെയ്യുന്നതിലൂടെ വളരെയധികം സന്തോഷമുണ്ടാകും. ആര് വന്നാലും അവർക്ക് നിങ്ങൾ സത്യമായ സത്യനാരായണൻ്റെ കഥ കേൾപ്പിക്കൂ. ശാസ്ത്രങ്ങളിൽ എന്തെല്ലാം കഥകൾ എഴുതിയിരിക്കുന്നു. വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് വന്നു. പിന്നെ ബ്രഹ്മാവിൻ്റെ കയ്യിൽ ശാസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് എങ്ങനെ വരുന്നു? എത്ര രഹസ്യമുള്ളതാണ്. മറ്റാർക്കും ഈ കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. നാഭിയിൽ നിന്നും വരുന്നതിൻ്റെ കാര്യം തന്നെയില്ല. ബ്രഹ്മാവിൽ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ബ്രഹ്മാവും ആകുന്നത്. ബ്രഹ്മാവിന് വിഷ്ണു ആകുവാൻ സെക്കൻഡാണ് എടുക്കുന്നത്. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പറയുന്നു. ബാബ സാക്ഷാത്കാരം കാണിച്ചു കൊടുത്തു. നീ വിഷ്ണുവിൻ്റെ രൂപം ആകുന്നു. സെക്കൻഡിൽ നിശ്ചയമുണ്ടായി. വിനാശത്തിൻ്റെ സാക്ഷാത്കാരവും ഉണ്ടായി. ഇല്ലെങ്കിൽ കൽക്കട്ടയിൽ രാജപ്രൗഢിയോടെ കഴിയുകയായിരുന്നു. ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. വലിയ റോയൽറ്റിയോടെ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ ഈ ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരം പഠിപ്പിക്കുന്നു. ആ വ്യാപാരം ഇതിനു മുന്നിൽ ഒന്നും തന്നെയല്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടും നിങ്ങളുടെ പാർട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് ഉടൻ എല്ലാം ഉപേക്ഷിച്ചു. ഭക്തി ഉണ്ടാകണമായിരുന്നു.
നിങ്ങളും സർവ്വതും ഉപേക്ഷിച്ചു. നദി കടന്നു വന്ന് ഭട്ടിയിലിരുന്നു. എന്തെല്ലാമാണ് സംഭവിച്ചത്? ആരുടെയും ചിന്ത ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണൻ അപഹരിച്ചു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അപഹരിച്ചത്? അവരെ പട്ടമഹിഷിയാക്കുവാനായി. ഈ ഭട്ടിയും ഉണ്ടായി. നിങ്ങൾ കുട്ടികളെ സ്വർഗത്തിൻ്റെ മഹാറാണി ആക്കുന്നതിനായി. ശാസ്ത്രങ്ങളിൽ എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത്? പ്രാക്ടിക്കലിലുള്ളത് എന്തെല്ലാമാണ്? അതും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അപഹരിക്കുന്നതിൻ്റെ കാര്യമേ ഇല്ല. കഴിഞ്ഞ കൽപ്പത്തിലും അപകീർത്തി ലഭിച്ചിരുന്നു. പേര് മോശമായിരുന്നു. ഇതും ഡ്രാമയാണ്. എന്തെല്ലാം സംഭവിക്കുമോ അത് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെയാണ്. ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അറിയുന്നുണ്ട്. കഴിഞ്ഞ കൽപ്പത്തിൽ ആര് രാജ്യം നേടിയോ അവർ തീർച്ചയായും വരും. ബാബ പറയുന്നു, ഞാനും കൽപ്പകൽപ്പങ്ങളിൽ വന്ന് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു. പൂർണ്ണമായും 84 ജന്മങ്ങളുടെ കണക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യയുഗത്തിൽ നിങ്ങൾ അമരമായി ഇരിക്കുന്നു. അവിടെ അകാല മൃത്യു ഉണ്ടാകുന്നില്ല. ശിവബാബ കാലത്തിൻ്റെ മേൽ ജയം നേടിത്തരുന്നു. പറയുന്നു, ഞാൻ കാലന്മാരുടെയും കാലനാണ്. കഥകളും ഉണ്ടല്ലോ. നിങ്ങൾ കാലത്തിൻ്റെ മേൽ വിജയം നേടുന്നു. നിങ്ങൾ അമരലോകത്തിലേക്ക് പോകുന്നു. അമരലോകത്തിൽ ഉയർന്ന പദവി നേടുന്നതിനായി ഒന്നാമതായി പവിത്രമാകണം. രണ്ടാമതായി ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. ദിവസവും തൻ്റെ കണക്ക് വയ്ക്കൂ. രാവണനിലൂടെ നിങ്ങൾക്ക് നഷ്ടമുണ്ടായി, എന്നിലൂടെ നേട്ടമുണ്ടാകുന്നു. വ്യാപാരികൾ ഈ കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കും. ഇതാണ് ജ്ഞാനരത്നം. വിരളം വ്യാപാരികൾ മാത്രമേ ഇതുമായി വ്യാപാരം നടത്തുകയുള്ളൂ. നിങ്ങൾ വ്യാപാരം നടത്തുവാൻ വന്നിരിക്കുന്നു. ചിലർ നല്ല രീതിയിൽ വ്യാപാരം നടത്തി സ്വർഗത്തിൻ്റെ സമ്മാനം നേടുന്നു. 21 ജന്മത്തേക്ക്. 21 ജന്മം എന്നല്ല, 50-60 ജന്മം നിങ്ങൾ വളരെയധികം സുഖമുള്ളവരായി കഴിയുന്നു. പദം പതിയാകുന്നു. ദേവതമാരുടെ പാദത്തിൽ പത്മം കാണിക്കുന്നുവല്ലോ. അർത്ഥം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ പദം പതി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടാകേണ്ടതാണ്. ബാബ പറയുന്നു, ഞാൻ എത്ര സാധാരണമാണ്. നിങ്ങൾ കുട്ടികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. വിളിക്കുന്നുമുണ്ട്, ഹേ പതീത പാവന, വരൂ, വന്ന് പാവനമാക്കൂ. പാവനമായവർ വസിക്കുന്നത് സുഖധാമത്തിലാണ്. ശാന്തിധാമത്തിന് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നും ഉണ്ടാകുന്നില്ല. അതാകട്ടെ ആത്മാക്കളുടെ വൃക്ഷമാണ്. സൂക്ഷ്മവദനത്തിൻ്റെ കാര്യം തന്നെയില്ല. ബാക്കി ഈ സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. സത്യയുഗത്തിൽ ലക്ഷ്മിനാരായണന്റെ ഡിനാസ്റ്റി ഉണ്ടായിരുന്നു. ഒരു ലക്ഷ്മിനാരായണൻ മാത്രമല്ല രാജ്യം ഭരിക്കുന്നത്. അഭിവൃദ്ധി ഉണ്ടാകുന്നുവല്ലോ. പിന്നെ ദ്വാപരയിൽ അവർ തന്നെ പൂജ്യരിയിൽ നിന്നും പിന്നെ പൂജാരിയാകുന്നു. മനുഷ്യർ പിന്നെ പരമാത്മാവിനെ കുറിച്ച് പറയുന്നു, നീ തന്നെ പൂജ്യൻ. പരമാത്മാവിനെ കുറിച്ച് സർവവ്യാപി എന്ന് പറയുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പകുതി കൽപ്പം നിങ്ങൾ പാടി വന്നു, ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. ഇപ്പോൾ ഭഗവാൻ വാച, ഉയർന്നതിലും ഉയർന്നത് കുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയുടെ നിർദ്ദേശമനുസരിച്ചും നടക്കേണ്ടതാണല്ലോ. ഗൃഹസ്ഥ വ്യവഹാരവും സംരക്ഷിക്കണം. ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും കഴിയുവാൻ സാധിക്കുകയില്ല. എല്ലാവരും കഴിയുവാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഇതും നിങ്ങൾ ഒരു ദിവസം കാണും. താഴെ നിന്നും മുകളിൽ വരെയും എത്ര വലിയ ക്യൂ ആണ് ഉണ്ടാകുന്നതെന്ന് ദർശനത്തിന് വേണ്ടി. ചിലരാണെങ്കിൽ ദർശനം ഉണ്ടാകുന്നില്ലെങ്കിൽ അപശബ്ദങ്ങൾ പറയുവാൻ തുടങ്ങും. മഹാത്മാവിൻ്റെ ദർശനം നടത്തട്ടെ എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ബാബയാണെങ്കിൽ കുട്ടികളുടേതാണ്. കുട്ടികളെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആർക്കാണോ വഴി പറഞ്ഞു കൊടുക്കുന്നത് അവരിൽ ചിലർ നല്ല രീതിയിൽ നടക്കുവാൻ തുടങ്ങും.
ചിലർക്ക് ധാരണ ചെയ്യുവാൻ സാധിക്കുന്നില്ല. എത്ര പേരിങ്ങനെയുണ്ട്? കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ പുറത്തു പോകുമ്പോൾ അവിടുത്തേത് അവിടെ തന്നെയായി. ആ സന്തോഷമില്ല, പഠനമില്ല, യോഗമില്ല. ബാബ എത്ര മനസ്സിലാക്കിച്ചു തരുന്നു, ചാർട്ട് വയ്ക്കൂ. ഇല്ലെങ്കിൽ വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരും. നമ്മൾ ബാബയെ എത്ര ഓർമ്മിക്കുന്നുണ്ട്, ചാർട്ട് നോക്കണം. ഭാരതത്തിൻ്റെ പ്രാചീന യോഗത്തിന് വളരെയധികം മഹിമയുണ്ട്. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഏതെങ്കിലും കാര്യം മനസ്സിലായില്ലെങ്കിൽ ബാബയോട് ചോദിക്കൂ. മുൻപ് നിങ്ങൾ യാതൊന്നും അറിഞ്ഞിരുന്നില്ല. ബാബ പറയുന്നു, ഇത് മുള്ളുകളുടെ കാടാണ്. കാമം മഹാശത്രുവാണ്. ഈ അക്ഷരം ഗീതയിലേതാണ്. ഗീത വായിക്കുമായിരുന്നു, പക്ഷേ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. ബാബ മുഴുവൻ ആയുസ്സും ഗീത പഠിച്ചു. ഗീതയുടെ മഹാത്മ്യം വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഭക്തിമാർഗത്തിൽ ഗീതയ്ക്ക് എത്ര മാന്യതയുണ്ട്. ഗീത വലുതുമുണ്ട്, ചെറുതുമുണ്ട്. ശ്രീകൃഷ്ണൻ തുടങ്ങിയ ദേവതമാരുടെ ആ ചിത്രങ്ങൾ പൈസ കൊടുക്കുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ചിത്രങ്ങളുടെ പിന്നെ എത്ര വലിയ വലിയ ക്ഷേത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾക്ക് വിജയമാലയിലെ മുത്താകണം. ഇങ്ങനെയുള്ള മധുരമധുരമായ ബാബയെ ബാബ ബാബ എന്നും പറയുന്നു. സ്വർഗത്തിൻ്റെ രാജപദം നൽകുന്നു എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. എങ്കിലും കേൾക്കുന്നു, പറയുന്നു, അഹോമായ ബന്ധം വേർപെടുത്തുന്നു. ബാബ എന്ന് പറഞ്ഞു. അപ്പോൾ ബാബ എന്നാൽ ബാബ തന്നെ. ഭക്തിമാർഗത്തിലും പാടുന്നു, പതിമാരുടെയും പതി, ഗുരുക്കന്മാരുടെയും ഗുരു ഒന്ന് തന്നെയാണ്. അത് നമ്മുടെ ഫാദറാണ്. ജ്ഞാനത്തിൻ്റെ സാഗരവും പതീത പാവനുമാണ്. നിങ്ങൾ കുട്ടികൾ പറയുന്നു, ബാബ, നമ്മൾ കൽപ്പകൽപ്പം അങ്ങിൽ നിന്നും ആസ്തി എടുക്കുവാൻ വരുന്നു. കൽപ്പകൽപ്പം ലഭിക്കുന്നു. പരിധിയില്ലാത്ത ബാബ അങ്ങിൽ നിന്നും നമുക്ക് തീർച്ചയായും പരിധിയില്ലാത്ത ആസ്തി ലഭിക്കും. മുഖ്യമായത് തന്നെ അൽഫാണ്. അതിൽ ബേ മെർജാണ്. ബാബ എന്നാൽ സമ്പത്ത്. അതാണെങ്കിൽ പരിധിയുള്ളത്. ഇത് പരിധിയില്ലാത്തതാണ്. പരിധിയുള്ള ബാബ അനേകമുണ്ട്. പരിധിയില്ലാത്ത ബാബ ഒന്നേ ഉള്ളൂ. ശരി, മധുരമായ 5000 വർഷങ്ങൾക്കു ശേഷം വീണ്ടും വന്ന് കണ്ടുമുട്ടുന്ന കുട്ടികൾക്ക് ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്ഥൂലവും സൂക്ഷ്മവുമായ സേവനം ചെയ്ത് അപാര സന്തോഷത്തിൻ്റെ അനുഭവം ചെയ്യുകയും ചെയ്യിക്കുകയും വേണം. പെരുമാറ്റത്തിലും ആഹാര രീതികളിലും വളരെയധികം റോയൽറ്റി വയ്ക്കണം. അമരലോകത്തിൽ ഉയർന്ന പദവി നേടുന്നതിനായി പവിത്രമാകുന്നതിനോടൊപ്പം ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. തൻ്റെ കണക്ക് നോക്കണം. നമ്മൾ ബാബയെ എത്ര ഓർമ്മിക്കുന്നു. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ സമ്പാദ്യം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ധാരണ ഉണ്ടാകും വിധം കാതുകൾ പവിത്രമായോ? വരദാനം: സേവനം ചെയ്യുമ്പോഴും ഓർമ്മയുടെ അനുഭവങ്ങളുടെ റേസ് ചെയ്യുന്ന സദാ ലവ്ലീൻ ആത്മാവായി ഭവിക്കട്ടെ. ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട്, എന്നാൽ ഓർമ്മയിലൂടെ ഏതൊരു പ്രാപ്തികളാണ് ഉണ്ടാകുന്നത്, ആ പ്രാപ്തിയുടെ അനുഭൂതിയെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കൂ. ഇതിനു വേണ്ടി ഇപ്പോൾ വിശേഷിച്ച സമയവും അറ്റൻഷനും നൽകൂ. അതിലൂടെ ഇവർ അനുഭവങ്ങളുടെ സാഗരത്തിൽ ലയിച്ചിരിക്കുന്ന ലവ്ലീൻ ആത്മാവാണ് എന്ന് മനസ്സിലാകണം. ഏതുപോലെ പവിത്രതയുടെയും ശാന്തിയുടെയും അന്തരീക്ഷത്തിൻ്റെ അനുഭവം വരുന്നുവോ, അതേപോലെ ശ്രേഷ്ഠ യോഗിയും സ്നേഹത്തിൽ മഗ്നവുമായിരിക്കുന്നവരാണ് എന്ന അനുഭവം ഉണ്ടാകണം. നോളജിൻ്റെ പ്രഭാവമുണ്ട്, എന്നാൽ യോഗത്തിൻ്റെ സിദ്ധി സ്വരൂപത്തിൻ്റെ പ്രഭാവം ഉണ്ടാകണം. സേവനം ചെയ്യുമ്പോഴും ഓർമ്മയുടെ അനുഭവങ്ങളിൽ മുങ്ങിയിരിക്കൂ. ഓർമ്മയുടെ യാത്രയുടെ അനുഭവങ്ങളുടെ റേസ് ചെയ്യൂ.
സ്ലോഗൻ: സിദ്ധിയെ സ്വീകരിക്കുക എന്നാൽ ഭാവിയിലെ പ്രാപ്തിയെ ഇവിടെ തന്നെ സമാപ്തമാക്കുക എന്നാണ്. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകും. എത്രത്തോളം കുട്ടികളായ നിങ്ങൾ ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ ശക്തിയാൽ സമ്പന്നമായി കൊണ്ടിരിക്കുമോ, അത്രയും ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ ശക്തിശാലി സേവനത്തിൻ്റെ സ്വരൂപം സ്പഷ്ടമായി കാണപ്പെടും. ഓരോരുത്തർക്കും അനുഭവപ്പെടും, നമ്മളെ ആരോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് ദിവ്യബുദ്ധിയിലൂടെ ശുഭസങ്കല്പത്തിൻ്റെ വിളി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലർ പിന്നെ ദിവ്യ ദൃഷ്ടിയിലൂടെ ബാബയുടെയും സ്ഥാനത്തെയും കാണും. രണ്ട് പ്രകാരത്തിലുമുള്ള അനുഭവങ്ങളിലൂടെ വളരെ തീവ്രഗതിയോടെ തൻ്റെ ശ്രേഷ്ഠ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. ബാബയെയും സ്ഥാനത്തെയും കാണും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഈ ദൃശ്യ പ്രപഞ്ചത്തിലെ സകലത്തിൽ നിന്നും ഞാൻ എൻ്റെ മനസ്സിനെ സ്വതന്ത്രമാക്കുകയാണ്. ഒരു അവിനാശി ഊർജമായ എൻ്റെ നിജസ്വരൂപത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ഒരു പ്രകാശ ബിന്ദുവാണ് ഞാൻ. എൻ്റെ ഈ ആത്മചൈതന്യത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ എൻ്റെ ശാന്ത സ്വരൂപ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഞാൻ ശാന്ത സ്വരൂപമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. എൻ്റെ സങ്കല്പ ശക്തിയിലൂടെ ഞാൻ എൻ്റെ സ്വഗ്രഹത്തിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. സ്മൃതിയുടെ ശക്തി കൊണ്ട് ഈ ശരീരത്തിൽ നിന്നും ഒരു സൂക്ഷ്മ നക്ഷത്രമായി വേറിട്ട് സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും അടങ്ങിയ ഈ ദൃശ്യപ്രപഞ്ചത്തിനും ഉപരിയായി ബ്രഹ്മലോകത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. സർവത്ര ശാന്തി നിറഞ്ഞ, സ്വീറ്റ് സൈലൻസ് നിറഞ്ഞ ഈ ദിവ്യഗ്രഹത്തിൽ ഞാൻ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദിവ്യമായ സ്നേഹത്തിൻ്റെ ശീതള കിരണങ്ങൾ എന്നെ സ്പർശിക്കുകയാണ്.
എൻ്റെ സത്പിതാവും സത്ശിക്ഷകനും സദ്ഗുരുവുമായി ബാബയുടെ സമീപത്തേക്ക് ഞാൻ ആകർഷിക്കപ്പെടുന്നു. പരമാത്മാ സാമീപ്യത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആ പരമശക്തിയിൽ നിന്നും പ്രവഹിക്കുന്ന നിർമ്മലമായ സ്നേഹത്തിൻ്റെയും പരമമായ ശാന്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. ഞാനിപ്പോൾ ബാബയുടെ സർവശക്തി സ്വരൂപം അനുഭവിക്കുകയാണ്. സർവശക്തിവാനായ പരമാത്മാവിൽ നിന്നും സമസ്ത ശക്തികളുടെയും അത്ഭുത കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ അജ്ഞാനകാലത്തിലെ കർമ്മബന്ധനങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രമാവുകയാണ്. ഞാൻ ഭാരരഹിതമാവുകയാണ്. സർവപ്രഭാവമുക്തമായ സാക്ഷിഭാവം ഞാൻ ധാരണ ചെയ്യുന്നു. പരമാത്മാ സ്നേഹവും ശാന്തിയും ശക്തിയും നിറഞ്ഞ ഈ ഉന്നതമായ സ്ഥിതി കൈവരിച്ച് എൻ്റെ കർമ്മക്ഷേത്രമായ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് മടങ്ങി വന്ന് ദ്വിഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സ്ഥിതി ചെയ്യുന്നു.